ഹവായ് ദ്വീപിലെ കാഴ്ചകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഹവായ് ദ്വീപിൻ്റെ തലസ്ഥാന നഗരിയായ ഹോണോലുലുവിലാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എത്തി നിന്നത്. ഹവായ് ദ്വീപിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്കും അത്ഭുതകരമായ നിരവധി കാഴ്ചകളിലേക്കും നമുക്ക് കടന്നു ചെല്ലാം. അമേരിക്കയിൽ ഹവായിൽ ഒരു രാജഭരണം നടന്നതിൻ്റെ ബാക്കിപത്രമായി നിലനിൽക്കുന്ന ഇയോലാനി കൊട്ടാരം, ലോകത്തിലെ തന്നെ പ്രസിദ്ധമായ വൈക്കിക്കി ബീച്ച്, ജപ്പാൻകാരുടെ സഹായത്തോടെ ഹോണോലുലുവിൽ നിർമ്മിച്ച അതിമനോഹരമായ ബയോഡ ടെമ്പിൾ എന്നിവയാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഹവായിൻ ചരിത്രം. അമേരിക്ക എന്ന രാജ്യം ഒരിക്കലും ഒരു രാജഭരണത്തിന് കീഴിലല്ലായിരുന്നെന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിച്ചത്. വിദേശികൾ കടന്നു കയറി ആധിപത്യം സൃഷ്ടിച്ച രാജ്യമായാണ് അമേരിക്കയെ നമ്മൾ ഇതുവരെ വായിച്ചറിഞ്ഞത്. എന്നാൽ അമേരിക്കയിലും ഒരു രാജഭരണം നടന്ന പ്രദേശമുണ്ടായിരുന്നുവെന്ന് തിരുത്തപ്പെടേണ്ടിയിരിക്കുന്നു. ആ ചരിത്രത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഉദ്ദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഘം മനുഷ്യർ തോണി തുഴഞ്ഞെത്തിയ ദ്വീപാണ് ഹവായ്. നൂറ്റാണ്ടുകളായി അവരുടെ സന്തതി പരമ്പരകൾ ഈ ദ്വീപിൽ പിറവിയെടുക്കുകയും ഒരു പുതിയ സംസ്കാരത്തിന് നാന്ദി കുറിക്കുകയും ക്രമേണ അവിടം ഒരു രാജവംശമായി ഉദയം ചെയ്യുകയും ചെയ്തു. ഒടുവിൽ പസഫിക് സമുദ്രത്തിൻ്റെ മധ്യത്തിലുള്ള ഒരു രാഷ്ട്രമായി അത് നിലകൊണ്ടു. ഹവായ്ക്ക് സ്വന്തമായ ഒരു ഭാഷയും ഒരു സംസ്കാരവും ഉടലെടുത്തു. 1700കളിലും 1800കളിലും യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും നിരവധി പേർ ഇവിടെ കുടിയേറി. അവരുടെ ലക്ഷ്യം ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിക്കലായിരുന്നു. 1795 കമേഹമേ ഒന്നാമനിലൂടെ ഒരു രാജഭരണം ആരംഭിച്ചു. 1895 വരെ കമേഹമേ മൂന്നാമനിൽ എത്തി നിന്നു ആ ഭരണം. 1795 മുതൽ 1819 കമേഹമേ രാജാവിൻ്റെ ഭരണത്തിൽ എല്ലാ ഉപദ്വീപുകളെയും കൂട്ടിച്ചേർത്ത് രാജ്യവിസ്തൃതി വർദ്ധിപ്പിച്ചു. 1879 രാജ്യത്ത് ഒരു കൊട്ടാരം നിർമ്മിക്കാൻ പദ്ധതിയിട്ടു. 1892 അത് പൂർത്തീകരിക്കുകയും ചെയ്തു. ലിലി ഉക്കലാനി രാജാക്കന്മാരുടെ ഔദ്യോഗിക വസതിയാക്കി മാറ്റി ആ കൊട്ടാരം. ഒടുവിൽ കമേഹമേ നാലാമൻ്റെ സഹോദരന്റെ ഓർമ്മയ്ക്കായി ഇയോലാനി കൊട്ടാരം എന്ന് പേരും നൽകി. 1893 ഒരട്ടിമറിയിലൂടെ ഹവായ് ഭരണം പിടിച്ചെടുക്കാൻ അമേരിക്ക ശ്രമം ആരംഭിച്ചു. അന്നത്തെ ഭരണാധികാരിയായ ലിയോ ഇയോലാനിയെ വീട്ടുതടങ്കലിലുമാക്കി. 1898 ന്യൂസിലൻഡ് പ്രമേയത്തിലൂടെ ഹവായ് അമേരിക്ക പിടിച്ചെടുത്തു. 1959 ഓഗസ്റ്റ് 21 ഹവായ് അമേരിക്കയുടെ 50ാമത്തെ സംസ്ഥാനമായി അംഗീകരിക്കപ്പെട്ടു. ഇയോലാനി കൊട്ടാരം. ഞങ്ങളുടെ കാർ ഇയോലാനി കൊട്ടാരത്തിന് സമീപത്തെത്തി. ടിക്കറ്റ് എടുത്ത് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാനായി സ്വീകരണ മുറിയിലിരുന്നു. താമസിയാതെ ഒരു ജീവനക്കാരി എത്തി ലഘു വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകി. വളരെ പവിത്രമായി സംരക്ഷിച്ചു വരുന്ന കൊട്ടാരത്തിൽ സന്ദർശകരുടെ കാലടി പാദങ്ങളിലെ അഴുക്ക് പുരളാതിരിക്കാൻ കാലുറകൾ നൽകി. കൊട്ടാരത്തിലെ ഓരോ ഭാഗത്തെയും വിവരണങ്ങൾ അടങ്ങിയ ഓഡിയോ സിസ്റ്റം ഓരോരുത്തർക്കും നൽകി. ഇടനാഴിയിലൂടെ ഞങ്ങൾ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. മുറിയുടെ മധ്യഭാഗത്ത് ഞങ്ങളെ സ്വീകരിച്ചത് അതിമനോഹരമായ ഗോവണിയാണ്. പൂർണ്ണമായും വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത മരത്തടിയിൽ നിർമ്മിച്ച ഗോവണി. അതിൽ ഭംഗിയേറിയ പരവതാനി വിരിച്ച് അലങ്കരിച്ചിരിക്കുന്നു. അടുത്തത് സ്വീകരണമുറി. തൊട്ടടുത്ത് തന്നെ കമനീയമായ അത്താഴമുറി. 1886 നവംബർ 29 കലാകൗ രാജാവിൻ്റെ ജന്മദിനത്തിൽ വിശിഷ്ട വ്യക്തികൾക്ക് അത്താഴ വിരുന്ന് നൽകിയത് ഇവിടെ വച്ചായിരുന്നു. 1848 ഫ്രഞ്ച് ഗവൺമെൻറ് ഹവായിക്ക് നൽകിയ
നൽകിയ ലൂയിസ് ഫിലിപ്പിന്റെ ഛായാചിത്രം, ടെലിഫോൺ കണ്ടുപിടിക്കപ്പെട്ടതോടെ വൈറ്റ് ഹൗസുമായി ബന്ധപ്പെടാൻ സ്ഥാപിച്ച ടെലിഫോൺ എന്നിവ ഈ കൊട്ടാരത്തിലാണ്. രാജസിംഹാസനം, ബാത്ത് ടബ്, കക്കൂസ് മുറികൾ എല്ലാം കണ്ടു. രാജ്ഞിമാരുടെ വജ്രാഭരണങ്ങൾ കണ്ണാടി ചില്ലിനുള്ളിൽ നിരത്തി വച്ചിട്ടുണ്ട്. യുദ്ധസാമഗ്രികളുമുണ്ട്. രാജകൊട്ടാരത്തിലെ ഖജനാവ്, വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്ന അൽമാര എല്ലാം ഇവിടെയുണ്ട്. മുകളിലത്തെ നിലയിലാണ് രാജാവിന്റെ കിടപ്പുമുറി. 1969 വരെ താൽക്കാലിക സർക്കാർ മന്ദിരമായും പിന്നീട് റിപ്പബ്ലിക് ടെറിട്ടറി, ഹവായി ആസ്ഥാനം എന്നിവയായും പ്രവർത്തിച്ചു. 1978 മുതൽ ഈ കൊട്ടാരം ഒരു മ്യൂസിയമാക്കി മാറ്റുകയും പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. അമേരിക്കയിലെ ഒരു രാജകൊട്ടാരത്തിന്റെ ശേഷിപ്പുകളും രാജകൊട്ടാരത്തിന്റെ മഹിമയും ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത കേന്ദ്രത്തിലേക്ക് വിട്ടു. വൈക്കീക്കി ബീച്ച്. നീല ജലാശയത്തിൽ ഒരു നീരാട്ട്. ആനയും കടലും കണ്ടാൽ മതിവരില്ലെന്ന പഴമൊഴിയുണ്ട്. അതിൻ്റെ ശരിയായ ഉദാഹരണമാണ് വൈക്കീക്കി ബീച്ച്. നീണ്ടുകിടക്കുന്ന മണലാരണ്യവും കണ്ണഞ്ചിപ്പിക്കുന്ന കടും നീല നിറത്തിലുള്ള കടലോരവും കാണുന്നവർക്ക് ആ ജലാശയത്തിൽ നീന്തി കുളിക്കാൻ എന്തെന്നില്ലാത്ത ആവേശം ജനിപ്പിക്കുന്നു. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീണ്ടുകിടക്കുന്ന വിശാലമായ ബീച്ചാണ് വൈക്കീക്കി ബീച്ച്. പ്രഭാതം മുതൽ പ്രദോഷം വരെ ആയിരക്കണക്കിന് യുവതി യുവാക്കളും പ്രായമായവരും കളിക്കാനും കുളിക്കാനും തിമിർക്കാനുമായി ബീച്ചിലെത്തുന്നു. സർഫിങ്ങിനായി എത്തുന്നവരിൽ ഭൂരിഭാഗം പേരും സർഫ് ബോർഡുമായാണ് എത്തുന്നത്. അല്ലാത്തവർക്ക് സർഫ് ബോർഡ് ഇവിടെ വാടകയ്ക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഏതു സമയവും ബീച്ചിൽ കടുത്ത തിരക്കാണ്. ഹവായിൻ ഭാഷയിൽ വെള്ളം ഒഴുകുന്നത് എന്ന അർത്ഥമാണ് വൈക്കീക്കി എന്നത്. 1800കളിൽ അന്നത്തെ ഹവായിൻ രാജകുടുംബാംഗങ്ങൾക്ക് കുളിക്കാനും കളിക്കാനും സർഫിങ്ങിനും മാത്രമായി ക്രമപ്പെടുത്തിയ രാജകീയ ബീച്ച് എന്ന പദവിയും വൈക്കീക്കി എന്ന ഈ ബീച്ചിനുണ്ട്. 1900 ആകുമ്പോഴേക്കും നിരവധി ഹോട്ടലുകളും ഇവിടെ ഉയർന്നതോടെ ഇതൊരു അന്താരാഷ്ട്ര ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി. വിനോദസഞ്ചാരികളായി എത്തുന്നവരിൽ ഏറിയ പങ്കും വൈക്കീക്കി ബീച്ചിനോട് ചേർന്നു കിടക്കുന്ന സമ്പന്നമായ ആഡംബര ഹോട്ടലുകളിലാണ് താമസിക്കുന്നത്. ദിനംപ്രതി $1000 വരെ വാടക ഈടാക്കുന്ന ഹോട്ടലുകളും ഉണ്ട്. ഇവിടെ എത്തുന്നവരുടെ ലക്ഷ്യം രാപ്പകലില്ലാതെ ഈ ബീച്ചിൽ കുളിച്ചുല്ലസിക്കുക എന്നാണ്. അല്പവസ്ത്രധാരികളായ ബീച്ചിലെത്തുന്ന യുവതി യുവാക്കൾ മണിക്കൂറുകളോളമാണ് കടലോരത്ത് സൺബാത്തിനായി സമയം ചെലവഴിക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരും ഒരേ തരത്തിൽ അല്പവസ്ത്രധാരികളായി എത്തുന്നതിനാൽ കടലോരത്ത് യാതൊരു അശ്ലീലവും അനുഭവപ്പെടുന്നില്ല. കാരണം മനുഷ്യരെല്ലാവരും ഇവിടെ ഒന്നുപോലെ. മറ്റു ബീച്ചുകളെ അപേക്ഷിച്ച് കുളിക്കുവാനും സർഫിനും മറ്റും ഏറെ സുരക്ഷിതമാണ് കടലോരം. ബയോഡോ ടെമ്പിൾ. 2ാം ദിവസം രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി പ്രഭാത ഭക്ഷണവും കഴിഞ്ഞ് നേരെ പുറപ്പെട്ടത് പ്രസിദ്ധമായ ജപ്പാനീസ് ക്ഷേത്രമായ ബയോഡോ ക്ഷേത്ര സന്ദർശനത്തിനാണ്. ഓരോ പ്രദേശത്തെയും സമ്പന്നമായ സംസ്കാരവും മതവിശ്വാസവും ഉടലെടുക്കുന്നതിൽ ക്ഷേത്രങ്ങൾ മഹനീയ പങ്ക് വഹിക്കുന്നുണ്ട്. ടിക്കറ്റ് എടുത്തു. ചെറിയ ഒരു തോടിന് കുറുകെ അർദ്ധവൃത്താകൃതിയിൽ കമനീയമായ ഒരു പാലം. പാലം കടന്നാൽ കാണുന്ന കാഴ്ച വിവരണാതീതമാണ്. ക്ഷേത്രത്തിന് പിന്നിൽ വലിയ ഒരു മല, ചുറ്റിലും വനപ്രദേശം. വൃക്ഷലതാദികളാലും വന്യജീവികളാലും നിറഞ്ഞ കാനനത്തിന്റെ മധ്യഭാഗത്തായി സൂര്യൻ
ഉദിച്ചതുപോലെ തിളങ്ങി നിൽക്കുന്ന മനോഹരമായ ബയോഡോ ക്ഷേത്രം. ക്ഷേത്രത്തിന് മുൻവശത്ത് വിശാലമായ ജലാശയം, അരുവികളുടെയും കിളികളുടെയും കളകള ശബ്ദം. ഒരു നിമിഷം ക്ഷേത്രത്തിന്റെ ഭംഗി ആസ്വദിച്ച് അവിടെ നിന്നുപോയി. മുഴുനീളെ മരത്തടിയിൽ നിർമ്മിച്ച ചുവന്ന നിറത്തിലുള്ള ബുദ്ധമത വിശ്വാസികളുടെ ആരാധനാലയം. ക്ഷേത്ര പരിസരത്തു കൂടി നടക്കുമ്പോൾ ചെവിയിലെത്തിയത് പ്രദേശത്തെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള മണിനാദമാണ്. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു. ഒരു ചെറിയ കൂടാരം, അതിൽ 5 അടിയോളം ഉയരമുള്ള പിച്ചളയിൽ നിർമ്മിച്ച ദീർഘവൃത്താകൃതിയിലുള്ള ഒരു മണി. ഒരു വലിയ മരം അതിനു മുന്നിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. അതിൽ കെട്ടിയ കയർ വലിച്ച് വിട്ടാൽ മരം ചെന്നു മണിയിൽ ആഞ്ഞടിക്കും. അപ്പോൾ ഉച്ചത്തിലുള്ള മണിനാദം മുഴങ്ങി കേൾക്കാം. ഇത് ഇവിടുത്തെ ഒരു ആചാരമാണ്. ക്ഷേത്രത്തിലെത്തുന്നവർ ഈ മണിനാദം മുഴക്കിയാൽ ബുദ്ധദേവന്റെ അനുഗ്രഹവും ദീർഘായുസ്സും സന്തോഷകരവുമായ ജീവിതവും സാധ്യമാകുമെന്നാണ് വിശ്വാസം. പാദരക്ഷകൾ അഴിച്ചുമാറ്റി ക്ഷേത്രത്തിനകത്ത് കയറി. 1100 ചതുരശ്ര അടി വിസ്താരത്തിൽ താമര ഇതളിന്റെ ആകൃതിയിൽ 9 അടി ഉയരമുള്ള ബുദ്ധ വിഗ്രഹമാണ് ക്ഷേത്രത്തിലെ ആകർഷണം. ബുദ്ധ പ്രതിമയ്ക്ക് മുന്നിൽ എപ്പോഴും കത്തി നിൽക്കുന്ന ഒരു കെടാവിളക്ക്. സമീപത്ത് തന്നെ കരുതിയ മണമില്ലാത്ത ചന്ദനത്തിരി എടുത്ത് വിളക്ക് കത്തിച്ച് ബുദ്ധദേവനെ പ്രാർത്ഥിക്കുന്നു. ഇതാണ് ആചാരം. അവിടെ നിന്നും പുറത്തിറങ്ങിയാൽ ഒരു ചെറിയ അരുവി, അതിൽ നിറയെ നല്ല വണ്ണമുള്ള ധാരാളം മത്സ്യങ്ങൾ. വളരെ കൗതുകമുള്ള കാഴ്ച. നോക്കിക്കാണുന്നവരെല്ലാം അവയ്ക്ക് തീറ്റ കൊടുക്കുന്നു. കൗതുകകരമായ മറ്റൊരാചാരം, പ്രാവിന് തീറ്റ കൊടുക്കൽ. തൊട്ടടുത്ത കടയിൽ നിന്നും ഇവയ്ക്കുള്ള തീറ്റ വില കൊടുത്ത് വാങ്ങി കയ്യിൽ വെച്ച് നീട്ടിയാൽ പ്രാവുകൾ കൂട്ടത്തോടെ കൈകളിൽ എത്തിച്ചേരും, ഭക്ഷിക്കും. ഇത് കുട്ടികളിലും യുവാക്കളിലും യുവതികളിലും ഏറെ കൗതുകമാണ്. അമ്പലത്തിന്റെ പിന്നാമ്പുറങ്ങളിലും നമ്മുടെ കാവുകളിൽ കാണുന്നത് പോലെ ഉപദൈവങ്ങളുമുണ്ട്. 1868 ജപ്പാനിൽ നിന്നും ധാരാളം ബുദ്ധവിശ്വാസികൾ ഹവായിൽ കുടിയേറിയിരുന്നു. അവരുടെ 100ാം വാർഷിക ആഘോഷത്തിന്റെ സ്മരണയിൽ ജപ്പാനിലുള്ള ബയോഡോ ക്ഷേത്രത്തിന്റെ മാതൃകയിൽ 1968 പരമ്പരാഗത ബുദ്ധവിശ്വാസ ചടങ്ങുകളോടെയാണ് ഇവിടെയും ഈ ക്ഷേത്രം നിർമ്മിച്ചതും വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തതും. നിരവധി സിനിമകൾക്കും ഈ ക്ഷേത്രം വേദിയായിട്ടുണ്ട്. പ്രതിവർഷം 3 ലക്ഷത്തിലധികം സഞ്ചാരികൾ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണാം എന്ന് വിചാരിക്കുന്നു. ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ചേർക്കാൻ ആഗ്രഹം. ഹവായ് ദ്വീപിൽ ഇനിയും ധാരാളം കാഴ്ചകൾ നമുക്ക് കാണുവാനുണ്ട്. അവ ഓരോന്നും തുടർന്ന് കാണാം എന്ന പ്രതീക്ഷയോടെ മാന്യ പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം.